അബ്ഷർ ആപ്ലിക്കേഷനിൽ ഈ പാസ്വേഡ് എൻ്റർ ചെയ്യാതെ എങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക? ഇതാ ഈ കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. ഇത് എൻ്റെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ ലോക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഈ അബ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൽ ഞാൻ പാറ്റേൺ ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള പാറ്റേൺ ലോക്ക് ആണ് അബ്ഷറിൽ ഞാൻ അബ്ഷർ ഓപ്പൺ ആക്കുമ്പോൾ ചോദിക്കണത്. വണ്ടിലിന് മേളിൽ എഴുതിക്കുന്ന എൻ്റെ ഫോൺ ലോക്ക്. ഈ പാറ്റേൺ ലോക്ക് അബ്ഷറിൽ കൊടുത്ത പാറ്റേൺ ലോക്ക് ഞാൻ അടിക്കുമ്പോൾ ലോക്ക് സ്ക്രീനിൽ കൊടുത്ത പാറ്റേൺ ലോക്ക് കൊടുക്കുമ്പോൾ അബ്ഷർ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കും സെറ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, ആദ്യം തന്നെ ഞാൻ അബ്ഷർ തീരെ എടുക്കാത്തൊരു മൊബൈൽ ഫോണിലാണ്, അബ്ഷർ ലോഗിൻ ചെയ്യാത്ത ഇതുവരെ എടുക്കാത്തൊരു മൊബൈൽ ഫോണിലാണ് കാണിച്ചു തരുന്നത്. ഇവിടെ ഫസ്റ്റായിട്ട് നിങ്ങൾ അബ്ഷറിൻ്റെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം OTP വരുമല്ലോ ഫോൺ നമ്പറിലോട്ട്, ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫൈ ആക്കുക. അതിനുശേഷം അബ്ഷർ സാധാരണ പോലെ ഓപ്പൺ ആക്കുക. അവിടെ ഇങ്ങനെ ചോദിക്കും നോ ആപ്പ് ലോക്ക്. ഇവിടെ എന്താണെന്ന് ചോദിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു മൊബൈൽ ഫോണിൽ ലോക്ക് സ്ക്രീന് പാസ്വേഡ് അങ്ങനത്തെ ഫിംഗർ പ്രിൻറ്റോ ഫേസ് ലോക്കോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നോ ആപ്പ് ലോക്ക് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാണ്. ഇതിലിപ്പോൾ അത് ഒന്നും ആയിട്ടില്ല, റെഡി ആയിട്ടില്ല. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഫോണിനൊരു ലോക്ക് സ്ക്രീന് സെറ്റ് ചെയ്യണം. ഇതിലിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഈ ഫോണിന് ലോക്ക് ഒന്നുമില്ല, ഫിംഗർ പ്രിൻറ്റോ പാറ്റേൺ ലോക്കോ അതുപോലെ ഫേസ് ലോക്കോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ സെറ്റിങ്സ് പോവുക. അതിനുശേഷം ഇവിടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ ഫോണിലും എങ്ങനെയാണെന്ന് അറിയില്ല, അതിൽ പോവുക. അവിടെ സ്ക്രീൻ ലോക്ക് ഫേസ് ലോക്ക് ഫിംഗർ പ്രിൻ്റൊക്കെ ചോദിക്കും. സ്ക്രീൻ ലോക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലത്തിന് പിന്നീട് മാറ്റിയാൽ മതി. സ്ക്രീൻ ലോക്ക് കൊടുക്കുക. അതിൽ പിൻ ലോക്ക് പാസ്വേഡ് പാറ്റേൺ ലോക്ക് ഉണ്ടാവും. പാറ്റേൺ ലോക്ക് കൊടുക്കുകയാണ് ഞാൻ. അതിനുശേഷം ഇതിൽ മൊബൈലിൽ ടൈം എന്താ കാണിക്കേണ്ടത്, ഗോ ഇറ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെയും ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേമർ ചെയ്യണം. ആ പാറ്റേൺ ലോക്ക് കൺഫേമർ കൊടുക്കുക, താഴത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഫിംഗർ പ്രിൻറ്റ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്, ക്യാൻസൽ കൊടുക്കുക. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഞാൻ ഈ ഒരു ലോക്ക് സ്ക്രീന് സെറ്റായോ എന്ന്. പാറ്റേൺ ലോക്ക് സെറ്റപ്പ് ആയിക്കണ്. ഇനി നമ്മൾ നേരെ പോകേണ്ടത് അബ്ഷർ ആപ്ലിക്കേഷനാണ് വേണ്ടത്. അബ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അതിനുശേഷം ലോഗിൻ എന്ന് കൊടുക്കുക. അബ്ഷറിൽ നിങ്ങൾ മുമ്പ് കൊടുത്ത പാസ്വേഡ് അതുപോലെ നെയിമും ഒക്കെ കൊടുക്കുക. വെരിഫിക്കേഷൻ ചെയ്യുക. OTP വരുമല്ലോ, OTP നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ കൊടുക്കുക. എല്ലാം ഫസ്റ്റ് വരുന്നത് സെറ്റാക്കുക. അതിനുശേഷം മേളിലായിട്ട് ഒരു സെറ്റിങ്സ് കാണണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് നീക്കുക. ഈ താഴോട്ട് നീക്കി കഴിഞ്ഞാൽ യൂസ് ബയോമെട്രിക്സ് എന്നുള്ള അത് ഓണായി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ലോക്ക് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പാറ്റേൺ ലോക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഓൺ ആവണ കാണാം. അതിനുശേഷം ഇതൊന്ന് ക്യാൻസൽ ചെയ്യുക. പിന്നീട് ഒന്നുകൂടി അബ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക, ലോഗിൻ കൊടുക്കുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇവിടെ കാണാം സ്റ്റേ ലോഗിൻ. ഇവിടെ നിങ്ങൾ അവിടെ കൊടുത്തിട്ട് അവിടെ കാണിക്കണ കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അത് മാത്രം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വെരിഫിക്കേഷനാണ്. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഈ അബ്ഷർ ഓൺ ആവും. പിന്നെയും ഒന്നും കൂടി ഈ ഒരു അബ്ഷർ ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ആക്കുമ്പോൾ എൻ്റെ ഫോൺ ലോക്ക് സ്ക്രീനിൻ്റെ പാറ്റേൺ ലോക്ക് അവിടെ ചോദിക്കും. ചോദിച്ച ഉടനെ തന്നെ ഈ ഒരു അബ്ഷർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്നുകൂടി